എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ 5,00,000 രൂപയ്ക്ക് ഒരു കിടിലൻ റോബോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. 2025 സംഭവം പുറത്തിറങ്ങും. ടെസ്ലയുടെയാണ്. ടെസ്ല ബോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ടെസ്ല ബോട്ട് എന്നൊരു പേര് ഇട്ടേക്കുന്നത്. പക്ഷേ അതിന് ആക്ച്വൽ നെയിം എന്തോ ഒരു വായിക്കൊള്ളാത്ത വരാം. അപ്പോൾ അവരതിനെ വിളിക്കുന്നത് ടെസ്ല ബോട്ട് എന്നാണ്. ഇപ്പോൾ പുള്ളി പറഞ്ഞേക്കുന്ന വില എന്ന് വെച്ചാൽ 5,00,000 രൂപയാണ്. 5,00,000 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. കണ്ടാലൊരു മനുഷ്യനെ പോലെ ഒക്കെ തന്നെ ഇരിക്കും. അപ്പം പുള്ളി എൻ്റെ കുറേ വീഡിയോസൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ അവകാശപ്പെടുന്നത് വെച്ചാൽ ടെസ്ലയുടെ ഓഫീസിലെ അത്യാവശ്യം ജോലിയിലെല്ലാം ഇപ്പം ഈ ഒരു റോബോട്ട് വെച്ച് അവർ ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു അടുത്ത വർഷം എൻഡോട് കൂടിയിട്ട് അവരാണെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യിക്കാൻ പറ്റുന്ന ഒരു റോബോട്ടിനെ അവർ വിപണിയിൽ എത്തിക്കുന്ന പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഉപകാരം പ്രധാനമായിട്ട് വരുന്നത് എന്ന് വെച്ചാൽ റിസ്കി ആയിട്ടുള്ള ജോബുകളൊക്കെ ഇപ്പം കിണറിൻ്റെ അകത്ത് ഇറങ്ങുക, പിന്നെ എന്തുവാ കുരുമുളക് പറിക്കാൻ വേണ്ടി മരത്തേക്ക് കയറുക, തേങ്ങയിടാൻ മരത്തേക്ക് കയറുക, ഇതുപോലെയൊക്കെയുള്ള റിസ്കി ആയിട്ടുള്ള ജോലിയൊക്കെ ഇയാളെ കൊണ്ട് ഈ റോബോട്ടിനെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ പറ്റും. നമുക്ക് ഉപകാരം വരുന്നത് വെച്ചാൽ നമ്മൾ കട്ടിലെ കിടന്ന് കഴിയുമ്പോഴത്തേക്കും ലൈറ്റ് കിടത്താനും അല്ലെങ്കിൽ എന്തുവാ ഫാൻ സ്പീഡ് കൂട്ടാനൊക്കെ നമുക്ക് ഇവനെ ഒരെണ്ണത്തിനെ വാങ്ങിച്ച് നോക്കുക വളരെ ഉപകാരമായിരിക്കും. ഹ്യൂമനോയിഡ് റോബോട്ട് എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ രൂപസാദൃശ്യമാണ് ഇതിനുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു പേര് ഒരു ഉദ്ദേശിക്കുന്നത്. അത് വേറൊരു ഡിസൈൻ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ സ്പീഡിൽ ഇതിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കുറച്ച് കൂടുതൽ ഫംഗ്ഷൻസ് ഇതിന് ചെയ്യാൻ പറ്റുമെന്നാണ് ടെസ്ലയുടെ തന്നെ അതിലെ വർക്കേഴ്സ് പറയുന്നത്. പക്ഷേ ഇത് എലോൺ മസ്കിൻ്റെ ഒരു വാശിയായിരുന്നു ഈ ഹ്യൂമനോയിഡ് റോബോട്ട് വേണമെന്നുള്ളത്. എന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിലുള്ളത് വേണം. അമേരിക്കയിലാണെങ്കിൽ ഒരു ഡോഗിൻ്റെ ഷേപ്പിലുള്ള ഒരു റോബോട്ട് ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത്. അതും നെക്സ്റ്റ് ഇയറിൽ മാർക്കറ്റിൽ പബ്ലിക്കിന് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ അവൈലബിൾ ആകുമെന്നാണ് പറയുന്നത്. അതിന് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രൈസ് 7,00,000 രൂപയാണ്. അതിൻ്റെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. പക്ഷേ അത് മെയിനായിട്ടും ഇപ്പോൾ അത് US ആർമി അതിന് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കുറച്ച് വീഡിയോസൊക്കെ പുറത്തു വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു റോബോട്ടിൻ്റെ പുറത്ത് ഇവർ വെപ്പൺസ് വെച്ചിട്ട് ഇവർ നമ്മുടെ ഈ ഗോട്ടിൻ്റെ അകത്തെ ഡ്രാഗൺ കുഞ്ഞുങ്ങളെ പോലെ ഇതിങ്ങനെ തീ തുപ്പും. അപ്പോൾ അതൊരു ലേസർ പാത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലേസർ പാത്ത് ഫോളോ ചെയ്തിട്ട് ഇത് പ്രോഗ്രാം ചെയ്ത് കൊടുത്താൽ മതി. ഗോട്ടിൻ്റെ അകത്ത് മറ്റേ ഡ്രാഗൺസ് തീ തുപ്പും പോലെ ഇവന്മാരാണെങ്കിൽ ഇതുമായിട്ട് പോയിട്ട് അതിൻ്റെ പുറത്തുള്ള വെപ്പൺ ഉപയോഗിച്ചിട്ട് തീ തുപ്പും. അപ്പോൾ അത് അതിൻ്റെ ഒരു കുറച്ച് ഡെമോയും കുറച്ച് വീഡിയോസും എല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. എലോൺ മസ്ക് പറയുന്നത് 2025 ഇത് മാർക്കറ്റിൽ ഇറങ്ങുന്നതാണെങ്കിലും ഒരു 5 കൊല്ലമെങ്കിലും ഇതിന് സമയം എടുക്കുമെന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം പുള്ളി ഇങ്ങനെ ഒരുപാട് തള്ളുന്നതായതുകൊണ്ട് അത് മുഴുവനായിട്ട് നമ്മൾ ആ ഒരു ടൈം ലൈൻ പുള്ളി അങ്ങനെ കീപ്പ് ചെയ്യാറില്ല. 2022 പുള്ളി ഒരു റോബോട്ടിക് കാറൊക്കെ പുള്ളി അനൗൺസ് ചെയ്തത്. പക്ഷേ അത് ഇടയ്ക്ക് വെച്ച് പുള്ളി അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. 2022 ഇറങ്ങുന്നൊക്കെ ആദ്യം പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരു ടൈം ലൈൻ കീപ്പ് ചെയ്യാറില്ല. അത് തന്നെയല്ല ഈയിടയ്ക്ക് US സുപ്രീം കോർട്ട് ഒരു വിധി പുറപ്പെടുവിച്ചു. എന്ന് വെച്ചാൽ അത് ഇലോൺ മസ്ക് എന്തെങ്കിലും ത്രെഡിൽ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഫസ്റ്റ് അത് അപ്രൂവ് വാങ്ങിക്കണം അവരുടെ നിന്ന്. കാരണം വെച്ചാൽ പുള്ളി ഇങ്ങനെ ത്രെഡിൽ ഓരോന്ന് പോസ്റ്റ് ചെയ്യും, അതനുസരിച്ച് ടെസ്ലയുടെ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, ഷെയർ പ്രൈസ്. അത് അവരുടെ ഷെയർ മാർക്കറ്റിനെ മൊത്തത്തിൽ ബാധിക്കുന്നതുകൊണ്ട് പുള്ളിയോട് പറഞ്ഞു ഇനി പുള്ളി എന്ത് ത്രെഡിൽ ടെസ്ലയുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്താലും അതാണെങ്കിൽ സുപ്രീം കോർട്ടിൻ്റെ അനുവാദം വാങ്ങിച്ചതിന് ശേഷം മാത്രമേ പോസ്റ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ ടെസ്ല ഇറക്കിയില്ലെങ്കിലും ആക്ച്വലി ടെസ്ലേനേക്കാളും കൂടുതൽ ഈ ഒരു മേഖലയിൽ മുമ്പോട്ട് പോയ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഹുണ്ടായുടെ ഒരു ബോസ്റ്റൺ ഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി. അവരാണെങ്കിൽ ഒരു റോബോട്ടിൻ്റെ ആ റോബോട്ടിൻ്റെ ഒരു വീഡിയോ ഒക്കെ പുറത്തിറങ്ങുന്നത്, ഒരു റോബോട്ട് കടന്നിട്ട് എണീക്കുന്നത്. എനിക്ക് ആ ഒരു പാർട്ടാണ് ഈ റോബോട്ടിക്സ് എന്ന് വെച്ചാൽ ഹ്യൂമനോയിഡ് റോബോട്ടിക്സിൽ ഏറ്റവും പാടുള്ള ഭാഗം എന്ന് വെച്ചാൽ കടന്നിട്ട് എണീക്കുന്ന ഒരു ഭാഗം എന്നാണ് മൊത്തത്തിൽ ഇവർ പറയാറ്. അപ്പോൾ അത് ഭയങ്കര സക്സസ് ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അവർ ഈ ഇടയ്ക്ക് പുറത്തുവിട്ടായിരുന്നു. അപ്പം ടെസ്ലയ്ക്ക് മുമ്പ് ഇവരിത് ചെയ്യുമെന്നാണ് ഇപ്പം മൊത്തത്തിൽ പറയുന്നത്. അതുകൂടെ മൈക്രോസോഫ്റ്റും പിന്നെ NVIDIA എല്ലാം കൂടിയിട്ടും ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു റോബോട്ടിനെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ അണിയിച്ചൊരുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മേഖലയിൽ ഒരു വലിയൊരു കോമ്പറ്റീഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ആരാദ്യം ഇറക്കും എന്നത്. എന്തായാലും 2-3 വർഷത്തിനുള്ളിൽ ഇപ്പോൾ കടയിൽ പോകാനും പിന്നെ ചെറിയ ചെറിയ തുണി മടക്കി വെക്കുക, തുണി തേക്കുക, തുണി അലക്കുക, ഇങ്ങനത്തെ പരിപാടിക്ക് എല്ലാം ഒരു റോബോട്ട് എന്തായാലും എല്ലാവരുടെ വീട്ടിലും ഒരു റോബോട്ട് ഉറപ്പായിട്ടുണ്ടായിരിക്കും. റോബോട്ടും ഒക്കെ ഇപ്പോൾ ഒരുപാട് മേഖലയിൽ ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ഗൂഗിൾ ആണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ദിവസം ഒരു ന്യൂസ് പുറത്തു വന്നായിരുന്നു. ഗൂഗിൾ അവരുടെ പൈത്തൺ ഡെവലപ്പേഴ്സിൻ്റെ കംപ്ലീറ്റ് ടീമിനെ പിരിച്ചുവിട്ടു. പിന്നെ ഫ്ലട്ടർ ഡെവലപ്പേഴ്സിൻ്റെ ടീം ഒരു ഹാഫായിട്ട് വെട്ടിക്കുറച്ച്. ഇവർ ഫുള്ള് ഇത് റീപ്ലേസ് ചെയ്യുന്നത് AI ജനറേറ്റഡ് ടൂൾസൊക്കെ വെച്ചിട്ടായിരിക്കും. അവർ ഒഫീഷ്യലി ഇതിൻ്റെ എന്താ കോർ റീസൺ എന്താണെന്ന് പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 10 എംപ്ലോയീസിന് ചെയ്യാവുന്ന ജോലി ഒരു AI അറിയാവുന്ന ഒരാളുണ്ട് അയാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാം. 10 അല്ല കേട്ടോ, 10 കൂടുതൽ ആൾക്കാരുടെ ജോലി ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ IT ഫീൽഡിൽ ഒരു വലിയൊരു വിപ്ലവം ഒരു അടുത്ത 2 കൊല്ലത്തിനുള്ളിൽ പ്രതീക്ഷിക്കാം. ഈ കോവിഷീൽഡ് വാക്സിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ ചിലപ്പോൾ ന്യൂസിൽ വായിച്ചതായിരിക്കുമല്ലോ. കോവിഷീൽഡ് എടുത്തവർക്കെല്ലാം രക്തം കട്ട പിടിക്കുന്ന ഒരു അവസരം, ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം കാണാൻ പഠിച്ച TTS എന്ന് പറയും. അപ്പോൾ എനിക്കൊന്നത് ആദ്യമേ കൊണ്ടുവന്നത് UK ഒരു പുള്ളിക്കാണെങ്കിൽ ഈ വാക്സിൻ എടുത്തതിന് ശേഷം പുള്ളിയുടെ രക്തം കട്ട പിടിക്കുകയും പുള്ളിക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ഒരു ഇതും വന്നു. അപ്പോൾ പുള്ളിയുടെ എനിക്ക് 3 പ്രാവശ്യം എന്താ പുള്ളിയുടെ വൈഫിനോട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു ചിലപ്പോൾ അത് മരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന്. പുള്ളി അതിനൊക്കെ തിരിച്ചു വന്നു. പക്ഷേ പുള്ളിക്ക് ഇപ്പോഴും ഡെയിലി ലൈഫ് പഴയ പോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. UK ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ഒരു ഹ്യൂജ് എമൗണ്ട് നഷ്ടപരിഹാരത്തിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം കമ്പനിയുടെ അൾട്രാസെനക്കയുടെ ആ ഒരു സെയിം തന്നെയാണ് നമ്മൾ കോവിഷീൽഡായിട്ട് ഇന്ത്യയിൽ യൂസ് ചെയ്ത്. അപ്പോൾ എന്തായാലും എനിക്കൊന്ന് ആ സമയത്തൊക്കെ എത്ര പേര് ഉറപ്പ് വന്നിട്ടാണ് ആൾക്കാർ വാക്സിൻ എടുത്ത്. പക്ഷേ ആ സമയത്തൊരു സിറ്റുവേഷൻ നോക്കുമ്പോൾ നമ്മൾ മരിച്ചു പോകും എന്നൊരു അവസ്ഥയിൽ നിൽക്കുക. അപ്പം ഇപ്പം മരിക്കുന്നതിനേക്കാളും നല്ലതാണ് കുറച്ച് കഴിഞ്ഞ് സൈഡ് എഫക്റ്റ് വന്ന് മരിക്കുന്ന ആറ്റിറ്റ്യൂഡിലായിരുന്നു ഒരുപാട് പേര് വാക്സിനെ സപ്പോർട്ട് ചെയ്ത് അന്ന് ചെയ്ത്. പക്ഷേ അന്ന് ഒരുപാട് പേര് വാക്സിനെതിരെ ഈ ഒരു സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് മുമ്പോട്ട് വന്നായിരുന്നു കേട്ടോ. പക്ഷേ അവരെയൊക്കെ അന്ന്
ഒറ്റപ്പെടുത്തിയത്. കാരണം വെച്ചാൽ ആ സമയത്ത് വേറൊരു സൊല്യൂഷൻ ഇല്ല. വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ അപ്പം മരിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് കഴിഞ്ഞ് മരിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അന്നും പിടിച്ച് കാണണം. യുകെയിലെ ഒരു കോടതിയിൽ അവർ കൺഫേം ചെയ്തു. ഇങ്ങനെ സൈഡ് എഫക്റ്റ് ഉണ്ടാവാം, പാർശ്വഫലം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ പറഞ്ഞത് കുഴപ്പമില്ല. ഐ മീൻ അവരിപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ഇത് അതിനെ പോസിറ്റീവായിട്ടാണ് എടുത്തേക്കുന്നത്. കാരണം വെച്ചാൽ ഇന്ത്യയിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആൾക്കാർ പാനിക്കാണ്ട എന്നുള്ള രീതി തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ഒഫീഷ്യൽ കൺഫർമേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും നമ്മുടെ വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് മോദിയുടെ പടം എടുത്ത് മാറ്റിയിട്ടുണ്ട്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും എല്ലാ കുരുത്തക്കേടും ഒപ്പിച്ച് വെച്ചിട്ട് ലാസ്റ്റ് നൈസായിട്ട് മുങ്ങുന്ന ഒരു ഇതില്ലേ, അല്ലെങ്കിൽ കപ്പലൊക്കെ മുങ്ങുമ്പോൾ ആദ്യം കപ്പിത്താൻ കൂടി രക്ഷപ്പെടത്തില്ലേ, അതുപോലെ ആയിപ്പോയി ഈ സമയത്ത് ആ വാക്സിൻ സർട്ടിഫിക്കറ്റ് ഫോട്ടോ എടുത്ത് മാറ്റിയെന്ന് തോന്നുന്നു കേട്ടോ. ജസ്റ്റിമ പറഞ്ഞതേ കേട്ടോ. അപ്പോൾ പിന്നെ വേറെ വാക്സിനുമായി ബന്ധപ്പെട്ടല്ല, കോവിഡ് ബന്ധപ്പെട്ടുള്ളൊരു പ്രധാന ഒരു വാർത്ത എന്ന് വെച്ചാൽ, കോവിഡിൻ്റെ സമയത്ത് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചൊരു കാര്യം ഉണ്ടായി. അതായത് എന്താ പറയുക, കോവിഡിന് കൊടുമ്പിരി കൊണ്ട് ഓരോ ദിവസം വൈകുന്നേരം ഇങ്ങനെ എത്ര പേര് മരിച്ചെന്നുള്ള നമ്പറൊക്കെ ഇടുന്ന ഒരു ഇതുണ്ടായി, വാർത്താസമ്മേളനം ഉണ്ടായല്ലോ. അതിൻ്റെ ഇടയ്ക്ക് വരുന്നതിന് ഒരു പരസ്യം, നമ്മുടെ ചക്കിയുടെ കല്യാണം. അതെന്തായാലും ഇപ്പോൾ നടന്നിട്ടുണ്ട് കേട്ടോ. അതും ഇത് ഏറെക്കുറെ ഒരേ ദിവസമാണെന്ന് തോന്നുന്നത്. ഈ ഒരു കോവിഡിൻ്റെ സൈഡ് എഫക്റ്റ് കാത്തുന്നതും ജയറാമിൻ്റെ മുകളിൽ ചക്കിയുടെ കല്യാണവും. അന്ന് ഭയങ്കര ട്രോളൊക്കെ അല്ലേ എന്ന് ഓർക്കുന്നുണ്ടോ? മറ്റേ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനമൊക്കെ വെച്ചിട്ട് ചക്കിക്ക് കല്യാണപ്രായം ശ്രദ്ധയപ്പെട്ടിട്ട് വേണ്ട നടപടി സ്വീകരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് കുറേ ട്രോളൊക്കെ വന്നായിരുന്നു. എന്തായാലും ചക്കിയുടെ കല്യാണം കഴിഞ്ഞു. UK പയ്യൻ തന്നെയാണ്. മറ്റേ അരളിപ്പൂ കഴിച്ചിട്ട് ഒരു പുള്ളിക്കാരി UK ട്രാവൽ ചെയ്യുന്നൊരു നേഴ്സാണ്. പുള്ളിക്കാരി UK വരുന്നതിന് മുമ്പ് എന്താ പറയുക, ഫോണിൽ സംസാരിച്ചിരുന്നപ്പം അരളിപ്പൂ ജസ്റ്റ് കടിക്കുകയും ചെയ്ത്, പിന്നെ ഭയങ്കരമായിട്ട് കുഴഞ്ഞു വീണ് പുള്ളിക്കാരി ഹോസ്പിറ്റലൈസായി, ആൾ മരിച്ചുപോയി. അപ്പം അത് എന്തായാലും റൂട്ട് കോസ് ഈ ഒരു അരളിപ്പൂ കഴിച്ചതാണെന്ന് ഇപ്പോഴും കൺഫേം ചെയ്തിട്ടില്ല. പുള്ളിക്കാരിയുടെ ആന്തരിക അവയവങ്ങളെല്ലാം റിപ്പോർട്ട് കണ്ട് അയച്ചിട്ടേ ഉള്ളൂ. പക്ഷേ നാട്ടിലെ ന്യൂസിലെല്ലാം ഇപ്പം പറയുന്നത് എന്താ പറയുക, അരളിപ്പൂ തന്നെയാണ് കോസ് ഓഫ് ഡെത്ത് എന്നാണ്. പക്ഷേ അത് ഒഫീഷ്യലി കൺഫേം ചെയ്യാത്തതുകൊണ്ട് എനിക്കും തിരുവനന്തപുരം ദേവസ്വം ബോർഡെല്ലാം അരളിപ്പൂ ഉപയോഗിക്കുന്നത് സ്റ്റിൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവരുടെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് നാട്ടിൽ ഭയങ്കര എല്ലാവരും ഉപയോഗിക്കുകയും അതിൻ്റെ കായെല്ലാം എല്ലാവരും തിന്നുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ പണ്ടിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതിൻ്റെ പൂ തിന്നരുത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അതിന് ഇത്ര സീരിയസ് ആയിട്ട് പെട്ടെന്നൊരു മരണം ഉണ്ടാക്കും എന്നൊന്നും എനിക്കങ്ങനെ തോന്നുന്നില്ല, അറിയില്ല. എന്തായാലും ഈ ഇൻറ്റേർണൽ ബോഡി പാർട്ട് ഓർഗൻസിൻ്റെയൊക്കെ റിപ്പോർട്ട് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്യണം, അതിനെ കൂടുതൽ പറ്റി പറയാനായിട്ട്. അപ്പോൾ അതുപോലെയാണ് ഇപ്പം ഇതുമായിട്ട് കൂട്ടി വായിക്കാൻ പറ്റുന്ന ഒരു ഒറാങ്കുട്ടാൻ്റെ ഒരു വീഡിയോ ഈ ഇടയ്ക്ക് വൈറലായിരുന്നു. നിങ്ങൾ കണ്ടോന്നറിയില്ല. ആ പുള്ളി ആണെങ്കിൽ എന്താ പറയുക, പുള്ളിയുടെ ഇവിടെയായിട്ടൊരു വൗണ്ട് വന്നു ഭയങ്കരമായിട്ട്. ഭയങ്കര ഒരു തൊലിയൊക്കെ പോയി, നല്ലൊരു അത്യാവശ്യം ആഴത്തിലുള്ളൊരു വൗണ്ടായിരുന്നു. പക്ഷേ പുള്ളി ഇങ്ങനെ എന്താ പറയുക, ഒരു മരത്തിലൊക്കെ ഏതോ ഒരു മരത്തിൽ പോയി നിന്നിട്ട് ആ ഒരു ഇല പുള്ളി തന്നെ കടിച്ച് പിഴിഞ്ഞ് ചാറാക്കി പുള്ളി അവിടെ അപ്ലൈ ചെയ്ത്, അങ്ങനെ ഒരു എന്താ പറയുക 7 ദിവസം എന്തോ കണ്ടിന്യൂസ് ആയിട്ട് പുള്ളി അത് ചെയ്ത്, എന്നിട്ടത് ഭയങ്കര സ്പീഡായിട്ട് റിക്കവർ ചെയ്ത് പുള്ളിക്കത് ഇവിടെ പഴയമായിട്ട് തിരിച്ചു വന്നു. ഇനി പുള്ളി എന്ന് പറഞ്ഞ് ഒറാങ്കുട്ടാനാട്ടോ, പക്ഷേ വായി വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അതെന്തായാലും ആൾക്കാരത് ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ട് ആ മരം ഏതാണെന്നവർ നോക്കുന്നുണ്ട്, എങ്ങനെയത് ഇത്ര പെട്ടെന്ന് സ്പീഡിൽ അത് കരിഞ്ഞ് പഴയപോലായെന്ന്. അപ്പോൾ അതായത് ഈ പ്രകൃതിയിൽ നിന്ന് ഇങ്ങനത്തെ സംഭവമൊക്കെ എടുക്കുകയാണെങ്കിൽ മനുഷ്യനും അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ പ്രകൃതിയിലുണ്ട്.